ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു എക്സാം ടോപ്പേഴ്സ്. നമ്മൾ 7th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ 3rd ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കിന്ന് അതിൻ്റെ ബാക്കിയായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർ കുഞ്ഞീസ് ക്ലാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് പോയി അവിടുത്തെ വീഡിയോസ് അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. വീഡിയോസൊക്കെ നന്നായിട്ട് കാണുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. 18th question, how did the Khaljis and Tughlaqs help the people of humble birth? How did it lead to political instability? അപ്പം താഴ്ന്ന ജാതിയിലുള്ള അല്ലെങ്കിൽ പാവപ്പെട്ടവരായ ആൾക്കാരെ എങ്ങനെയാണ് ഈ ഖൽജീസും തുഗ്ലക്സും ഒക്കെ സഹായിച്ചത്? ഇത് കാരണം എന്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയാണ് അവരുടെ രാജ്യത്ത് ഉണ്ടായത്? The Khaljis and Tughlaqs raised people of humble birth who were often their clients to high political positions. They were appointed as generals and governors. അപ്പോൾ ഹംബിൾ ബർത്ത് ഉള്ള ആൾക്കാരെയൊക്കെ അവർ നല്ല ഹൈ പൊളിറ്റിക്കൽ പൊസിഷൻസിലേക്ക് ജനറൽസും ഗവർണേഴ്സും ഒക്കെ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. However, this also introduced an element of political instability. ഇത് കാരണം ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അവരുടെ രാജ്യത്ത് വന്നു. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Slaves and clients, the people of humble birth were loyal to their masters and patrons, but not to their heirs. Now, sultans had their own servants. As a result, the accession of a new monarch often saw conflict between the old and the new nobility. അപ്പോൾ ഈ ഹംബിൾ ബർത്തുള്ള ആൾക്കാർ അവരുടെ മാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ അവരുടെ പാട്രോൺസിന് വേണ്ടിയിട്ട് അവരെന്ത് വേണമെങ്കിലും ചെയ്യും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കും. അല്ലാണ്ട് ആ രാജാവ് കഴിഞ്ഞ് വരുന്ന തലമുറ ഏതാണോ അവരെ ഇവർക്ക് അനുസരിക്കേണ്ട കാര്യമില്ല. കാരണം ഇവരുടെ മാസ്റ്റർ എന്ന് പറയുന്ന കഴിഞ്ഞ സുൽത്താനാണല്ലേ. അപ്പോൾ അത് കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓരോ സുൽത്താന്മാരും അവരുടെ സ്വന്തം സെർവൻസിനെയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി, ഓരോരോ പുതിയ രാജാക്കന്മാർ അധികാരത്തിൽ വരുന്ന അനുസരിച്ച്. അപ്പോൾ ഇത് കാരണം ഒരുപാട് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അവരുടെ രാജ്യത്ത് ഉണ്ടായി. 19th question, why did large parts of the subcontinent remain outside the control of the Delhi Sultan? ഡൽഹി സുൽത്താൻസിൻ്റെ ആ ഒരു കൺട്രോളിൽ നിന്ന് സബ് കോണ്ടിനെൻ്റ് ഒരുപാട് ഭാഗങ്ങൾ പുറത്തു നിന്നു. ഇതെന്തുകൊണ്ടാണ്? ലാർജ് പാർട്സ് ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ് റിമെയിൻഡ് ഔട്ട്സൈഡ് ദ കൺട്രോൾ ഓഫ് ദ ഡൽഹി സുൽത്താൻസ് ബിക്കോസ് ദേ വെർ വെരി ഫാർ ഫ്രം ഡൽഹി. അപ്പം ഈ സബ് കോണ്ടിനെൻറ്റ് വളരെ വലിയൊരു സബ് കോണ്ടിനെൻ്റ് ആണല്ലേ. അപ്പോൾ അതിൻ്റെ മിക്ക ഭാഗങ്ങളും ഈ ഡൽഹി സുൽത്താൻസിൻ്റെ കൺട്രോളിന് പുറത്തായിരുന്നു. കാരണം അത്ര വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു അത്. For example, it was difficult to control Bengal from Delhi. This helplessness of the Delhi Sultans paved the way of distant provinces to get independence. അതായത് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ മിക്ക പ്രദേശങ്ങളും അവർ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് തുടങ്ങി. കാരണം ഈ ഡൽഹി സുൽത്താൻസിന് അവിടെ ഇരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയില്ല. Question number 20. Why did Alauddin control the prices of goods in Delhi? What did he do for this? എന്തുകൊണ്ടാണ് അലാവുദ്ദീൻ എന്ന് പറയുന്ന ആ സുൽത്താന് അവരുടെ രാജ്യത്തെ ഡൽഹിയിലുള്ള ആ ഗുഡ്സിൻ്റെയൊക്കെ സാധനങ്ങളുടെയൊക്കെ പ്രൈസ് കൺട്രോൾ ചെയ്തത്? അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? Alauddin gave great importance to his soldiers because it was they who could defend the sultanate from outsiders. അലാവുദ്ദീൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ സോൾജിയേഴ്സിനായിരുന്നു. കാരണം അവരാണ് അവരുടെ ആ ഒരു സുൽത്താനേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലേ. മറ്റു ആൾക്കാർ മംഗോൾസൊക്കെ ആക്രമിക്കാൻ വന്നപ്പം പ്രൊട്ടക്റ്റ് ചെയ്തത് ഈ സോൾജിയേഴ്സാണ് അല്ലേ. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അലാവുദ്ദീൻ കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സോൾജിയേഴ്സിനാണ്. He decided to pay their salaries in ക്യാഷ് റാദർ ദാൻ ഹിക്താസ് കൊടുക്കുന്നതിന് പകരം സാലറി ക്യാഷായിട്ട് തന്നെ കൊടുക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ദ സോൾജിയേഴ്സ് വുഡ് ബൈ ദെയർ സപ്ലൈസ് ഫ്രം മെർച്ചൻസ് ഇൻ ഡൽഹി ആൻഡ് ഇറ്റ് വാസ് ദസ് ഫിയർഡ് ദാറ്റ് മെർച്ചൻസ് വുഡ് റൈസ് ദെയർ പ്രൈസസ്. അപ്പം സാലറി ക്യാഷായിട്ട് കൊടുക്കുമ്പം എന്ത് സംഭവിക്കും? ഇവർ സാധനങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് മെർച്ചൻസിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണം. ആ സമയത്ത് മെർച്ചൻസിന് വേണമെങ്കിൽ സാധനങ്ങളുടെ വില കൂട്ടാം അല്ലേ. അപ്പോൾ അത് അദ്ദേഹം പേടിച്ചു, ഇനി മെർച്ചൻസ് എങ്ങാനും സാധനങ്ങളുടെ വില കൂട്ടുമ്പോൾ. ടു സ്റ്റോപ്പ് ദിസ് Alauddin controlled the prices of goods in Delhi. For this, Alauddin instructed officers to carefully survey prices. The merchants who did not sell their goods at the prescribed rates were punished. അപ്പോൾ ഇതുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രൈസസ് കൺട്രോൾ ചെയ്തത്, ഈ സാധനങ്ങളുടെയൊക്കെ പ്രൈസസ് കൺട്രോൾ ചെയ്തത്. ഏതെങ്കിലും മേർച്ചൻസ് ഈ പ്രിസ്ക്രൈബ് ചെയ്ത പ്രൈസിലല്ല സാധനങ്ങൾ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ പണിഷ് ചെയ്യാനായിട്ടുള്ള റൂളും അദ്ദേഹം കൊണ്ടുവന്നു. Question number 21. Who was Sher-Shah? വാട്ട് ഡു യു നോ അബൌട്ട് ഹിസ് അഡ്മിനിസ്ട്രേഷൻ? ആരാണ് ഷേർഷാ സർ? അദ്ദേഹത്തിൻ്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ രീതികളെക്കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.
Shershah established a powerful state. He started his career as the manager of a small territory for his uncle in Bihar and eventually challenged and defeated the Mughal emperor Humayun. അപ്പം അദ്ദേഹം ഒരു പവർഫുൾ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആളാണ്. ഒരു സ്മോൾ ടെറിട്ടറിയുടെ മാനേജറായിട്ട് അദ്ദേഹത്തിൻ്റെ അങ്കിളിൻ്റെ കീഴിൽ, ബീഹാറിൽ അദ്ദേഹത്തിൻ്റെ അങ്കിളിൻ്റെ കീഴിൽ അദ്ദേഹം ജസ്റ്റ് ഒരു മാനേജറായിട്ടാണ് കരിയർ തുടങ്ങിയത്. അതിനുശേഷം ഈ മുഗൾ എംപററായിട്ടുള്ള ഹുമയൂനെ ഡിഫീറ്റ് ചെയ്തു. Shershah captured Delhi and established his own dynasty known as the Suri dynasty. അതിനുശേഷം അദ്ദേഹം ഡൽഹി കീഴടക്കുകയും അവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഡൈനാസ്റ്റി കൊണ്ടുവരികയും ചെയ്തു. അതിൻ്റെ പേരാണ് സുറി ഡൈനാസ്റ്റി. Although the Suri dynasty ruled for only a short period, that is 15 years, it introduced an administration that borrowed elements from Alauddin Khilji and made them more efficient. The great emperor Akbar followed the techniques of Shershah's administration while consolidating the Mughal empire. ഇപ്പോൾ സുറി ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 15 വർഷം മാത്രമേ ആ രാജഭരണം നീണ്ടു നിന്നിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സൊക്കെ ഗ്രേറ്റ് എംപറർ ആയിട്ടുള്ള അക്ബർ ഈ ഫീച്ചേഴ്സൊക്കെ നോക്കി അദ്ദേഹത്തിൻ്റെ ഈ അഡ്മിനിസ്ട്രേഷൻ രീതികൾ തന്നെയാണ് ഈ മുഗൾ എംപയർ നിർമ്മിച്ച സമയത്ത് അക്ബർ യൂസ് ചെയ്തതും. Question number 22. Give an account of Alauddin's administrative measures. അലാവുദ്ദീൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സിനെ കുറിച്ചൊരു കുറച്ച് കാര്യങ്ങൾ. Okay. During the reign of Alauddin Khilji, Mongol attacks increased. It was a huge administrative challenge for the Sultan. He introduced several administrative measures. അപ്പോൾ അലാവുദ്ദീൻ ഖൽജിയുടെ ഭരണകാലത്താണ് ഈ മംഗോൾസ് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ ആ അറ്റാക്കൊക്കെ കൂടി വന്നത്. അപ്പോൾ അദ്ദേഹം കുറേ അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അലാവുദ്ദീൻ ഖൽജി റേസ്ഡ് എ ലാർജ് സ്റ്റാൻഡിങ് ആർമി ആസ് എ ഡിഫെൻസീവ് മെഷർ. അപ്പം വലിയ ഒരു ഡിഫെൻസീവ് ആർമിയെ അദ്ദേഹം റേസ് ചെയ്തു. ഹി കൺസ്ട്രക്റ്റഡ് എ ന്യൂ ഗാരിസൺ ടൗൺ നോൺ ആസ് സിറി ഫോർ ഹിസ് സോൾജിയേഴ്സ്. അദ്ദേഹത്തിൻ്റെ സോൾജിയേഴ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം പുതിയ ഗാരിസൺ ടൗൺ തന്നെ നിർമ്മിച്ചു. അതിൻ്റെ പേരായിരുന്നു സിറി. The soldiers had to be fed. This was done through the produce collected as tax from lands between the Ganga and Yamuna. Tax was fixed at 50% of the peasants' produce. അപ്പോൾ പെസൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 50% ടാക്സ് ആയിട്ട് കൊടുക്കണം. ആ ടാക്സിൽ നിന്നായിരുന്നു ഈ സോൾജിയേഴ്സിന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്. He paid his soldiers cash salaries rather than ikta. This was done in order to make soldiers able to buy their supplies from merchants in Delhi. It was feared that merchants would raise their prices. In order to stop this, Alauddin controlled the prices of goods in Delhi. Prices were carefully surveyed by officers and merchants who did not sell at the prescribed rates were punished. അപ്പോൾ സോൾജിയേഴ്സിന് അദ്ദേഹം ക്യാഷായിട്ടായിരുന്നു സാലറി കൊടുത്തിരുന്നത് ഇക്താസിന് പകരം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല പേടി ഉണ്ടായിരുന്നു, ഇനി മേർച്ചൻസ് എങ്ങാനും ഈ സാധനങ്ങളുടെയൊക്കെ വില കൂട്ടുമോയെന്ന്. അതിന് പകരം ഒരു ഫിക്സ്ഡ് പ്രൈസ് സാധനങ്ങളൊക്കെ വെച്ചു. അതിൽ അല്ലാണ്ട് സാധനങ്ങൾ വിൽക്കുന്ന മേർച്ചൻസിനെ പണിഷ് ചെയ്യാനായിട്ടുള്ള നിയമം കൊണ്ടുവന്നു. അലാവുദ്ദീൻസ് administrative measures were successful because he efficiently withstood the threat of Mongol attacks. അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു, കാരണം മംഗോൾ അറ്റാക്സിന് അദ്ദേഹം നന്നായിട്ട് പൊരുതി നിന്നു. Question number 23. Give an account of Muhammad Tughlaq's administration. ഇനി മുഹമ്മദ് തുഗ്ലക്കിൻ്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. The early years of Muhammad Tughlaq's reign faced Mongol attacks which were curbed by Tughlaq's sincere efforts. അപ്പം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭരണ കാലഘട്ടത്തിൻ്റെ ആദ്യ കുറച്ച് നാളുകളിലാണ് ഈ മംഗോൾ അറ്റാക്സ് അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് നമുക്ക് നോക്കാം. ഹി ടുക്ക് സെവറൽ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ലൈക്ക് അലാവുദ്ദീൻ ഖൽജി. ഹി ഓൾസോ റേസ്ഡ് എ ഹ്യൂജ് സ്റ്റാൻഡിങ് ആർമി ഇൻ ഡൽഹി. അദ്ദേഹം അലാവുദ്ദീൻ ഖൽജി ചെയ്ത പോലെ തന്നെ വലിയൊരു ആർമീനെ കൊണ്ടുവന്നു. ഹി ഗോട്ട് എംപ്റ്റീഡ് ദി ഓൾഡസ്റ്റ് ഓഫ് ദ 4 cities of Delhi in order to garrison his soldiers there. The residents of the old city were sent to the new capital of Dawladabad in the south. അദ്ദേഹത്തിൻ്റെ 4 സിറ്റീസിലുള്ള ആൾക്കാരെ ഒഴിപ്പിച്ച് അവരെ ദൗലാദാബാദിലേക്ക് വിട്ട് അവിടെ സോൾജിയേഴ്സിനെ താമസിപ്പിച്ചു. He made arrangements for the collection of produce as tax to feed the soldiers. As it was very difficult to maintain a large number of soldiers, the Sultan levied additional taxes which coincided with the famine in the area. അപ്പോൾ അദ്ദേഹം ടാക്സ് ഒക്കെ കളക്ട് ചെയ്ത് സോൾജിയേഴ്സിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ടാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ സോൾജിയേഴ്സിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സുകളൊക്കെ കൂട്ടി. അത് കാരണം വലിയ ഫാമൈൻ സിറ്റുവേഷൻസൊക്കെ ആ നാട്ടിൽ ഉണ്ടായി.
Muhammad Tughlaq paid soldiers cash salaries. For this, he introduced a token currency made of cheap metals. People in the 14th century did not trust these coins. They saved their gold and silver coins and paid all their taxes to the state with this token currency. അദ്ദേഹം ഒരു ടോക്കൺ കറൻസി കൊണ്ടുവന്നു. ഇതേ പ്രകാരം 14th സെഞ്ച്വറിയിലുള്ള ആൾക്കാർ ഈ കോയിൻസ് യൂസ് ചെയ്ത് തന്നെ ടാക്സൊക്കെ പേ ചെയ്തു. അവരുടെ ഗോൾഡും സിൽവർ കോയിൻസും ഒന്നും രാജാവിന് കൊടുത്തില്ല, അല്ലെങ്കിൽ ഈ സുൽത്താന് കൊടുത്തില്ല. പകരം അവർ ഈ ടോക്കൺ കറൻസി തന്നെയാണ് യൂസ് ചെയ്തത്. Question number 24. Muhammad Tughlaq's administrative measures were a failure. Explain with example. മുഹമ്മദ് തുഗ്ലക്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഒരു ഫെയിലിയർ ആണ്. അതിനെ എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ. മുഹമ്മദ് തുഗ്ലക്സ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് വേറെ ഫെയിലിയർ. ഓഫ് കോഴ്സ് അതൊരു ഫെയിലിയർ ആയിരുന്നു അല്ലേ. ഹി ക്യാമ്പയിൻഡ് ഇൻ ടു കാശ്മീർ വിച്ച് വാസ് ഫൈനലി എ ഡിസാസ്റ്റർ. ഹി ദെൻ ഗേവ് അപ്പ് ഹിസ് പ്ലാൻസ് ടു ഇൻവേഡ് ട്രാൻസോസിയാന ആൻഡ് ഡിസ്ബാൻഡഡ് ഹിസ് ലാർജ് ആർമി. അപ്പോൾ അദ്ദേഹം കാശ്മീരിലേക്ക് യുദ്ധത്തിന് പോയി. പക്ഷേ ആ ഒരു യുദ്ധം എന്ന് പറയുന്ന ഫ്ലോപ്പായി പോയി. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു. ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് വെർ ക്രിയേറ്റഡ് പ്രോബ്ലംസ്. ഹി ഷിഫ്റ്റഡ് ദ റെസിഡൻസ് ഓഫ് ദി ഓൾഡ് സിറ്റി ടു ദി ന്യൂ ക്യാപിറ്റൽ ഓഫ് ദൗലതാബാദ് ഇൻ ദ സൗത്ത്. പീപ്പിൾ ഡിഡ് നോട്ട് ലൈക്ക് ദ സ്റ്റെപ്പ് ടേക്കൺ ബൈ മുഹമ്മദ് തുഗ്ലക്. ദേ റീസെൻറ്റഡ് കളക്റ്റീവ്ലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോൾജിയേഴ്സിന് വേണ്ടിയിട്ട് 4 സിറ്റീസ് ഒഴിപ്പിച്ച് ആ ആൾക്കാരെ ദൗലതാബാദിലേക്ക് വിട്ടു. അതും ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല. Tughlaq, in order to meet the expense of maintaining a large number of soldiers, levied additional taxes which increased the burden of common people. The famine in the Ganga-Yamuna belt led to widespread rebellion. അപ്പോൾ അദ്ദേഹം എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഈ ടാക്സ് ഒക്കെ കൂട്ടി. അത് കാരണം ഫമൈൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ കൊണ്ടുവന്നത് ആൾക്കാരുടെ ഇടയിൽ വലിയൊരു പ്രക്ഷോഭം അല്ലെങ്കിൽ റെബല്യനായി മാറി. Muhammad Tughlaq's policy of token currency also proved a failure. People of the 14th century did not trust this currency. They were very smart. They saved their gold and silver coins and paid all the taxes to the state with the token currency. The cheap currency could also be counterfeited easily. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ടോക്കൺ കറൻസി എന്ന് പറയുന്ന ഈ ഒരു കാര്യം വളരെയധികം ഫെയിലിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ ഗോൾഡും സിൽവർ കോയിൻസൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് ഈ ടോക്കൺ കറൻസി കൊണ്ട് അവരുടെ ടാക്സൊക്കെ പേ ചെയ്തു. അതും വലിയ നഷ്ടത്തിൽ കലാശിച്ചു. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ കുഞ്ഞേസ് ക്ലാസ്സും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയൊക്കെ വേണം. അവിടെ കയറി ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഇവിടെ വന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരും എക്സാം ടോപ്പർ ആവണം, എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ ചാപ്റ്ററിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.